ബിഗ് ബോസ് ലൈവിൽ ഷൂ ഫാക്ടറി അസിസ്റ്റൻറ്റും യൂണിയൻ നേതാവും കൂടി ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തർക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര തർക്കമാണ്. നീ ആരാടാ, നീ പോടാന്ന് വരെയുള്ള വിളികൾ അവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. തൊഴിലാളി യൂണിയൻ നേതാവായ അക്ബർ അസിസ്റ്റൻ്റായ ജിഷിനെ പോടാന്ന് വിളിച്ചപ്പോൾ തുടങ്ങിയതാണ് ഈ വഴക്ക്. എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജിഷിൻ ഇങ്ങോട്ട് വന്നിട്ട് ഓരോരുത്തരും ചെക്ക് ചെയ്യുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ ജിഷിൻ പറയുന്നുണ്ട്, കറക്റ്റായിട്ടുള്ള ജോലികൾ ചെയ്യണം അക്ബറെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അന്നേരം വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അക്ബർ പറയാണ് നീ പോടാ. അപ്പോൾ ജിഷിൻ ഉടനെ പറയാണ് എടാ പോടാ എന്നൊക്കെ ഉള്ള വിളി ഇവിടെ വരുന്നതിന് മുമ്പുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ പോയി വിളിച്ചാൽ മതി, ഇപ്പോൾ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അക്ബർ പറയാണ് എടാ 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എടാ, നീ പോടാ, നിൻ്റെ ജോലി ഇറക്കി, നീ ആരോടാടാ ഈ പറയുന്നത്, നീ ആരാടാ ഇതൊക്കെ പറയാനാ എന്നും പറഞ്ഞിട്ട് അക്ബർ ജിഷിനെതിരെ തിരികെയാണ്. എടാ തൊഴിലാളികളെ തൊഴിൽ പഠിപ്പിക്കാതെ ഇറങ്ങിപ്പോടാ, നീ ആരാടാ ഇതൊക്കെ പറയാനെന്ന് അക്ബർ വീണ്ടും പറയുന്നുണ്ട്. ജിഷിൻ പറയുന്നുണ്ട് എടാ നിന്നെക്കാട്ടി വിദ്യാഭ്യാസം കൂടുതലെടാ, നല്ലതുപോലെ പഠിക്കാൻ പറ്റുമ്പോൾ പഠിക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിന്നെ പോലുള്ള ജോലി എടുത്ത് ജീവിക്കേണ്ടി വന്നേനെന്ന് പറയുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് നീ വലിയ വാചകം അടിക്കാതാടാ, പാവപ്പെട്ട മാടത്തിനെ പറ്റിച്ച് നീ ചെല്ലിടാ ജീവിക്കുന്നതെന്നൊക്കെ അക്ബറും പറയുന്നു. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടടാ, അതിൻ്റെതായ പ്രത്യേകതയുണ്ടടാ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ എന്ന് പറഞ്ഞിട്ട് അക്ബർ ജിഷിൻ്റെ നേരെ ഭയങ്കരമായിട്ട് ചിലക്കുകയാണ്. അപ്പോഴേക്കും മാഡം നൂറ് അങ്ങോട്ട് വന്നിട്ട് ജിഷിനെയും അക്ബറിനെയും ഫയർ ചെയ്യുകയാണ്. രണ്ടുപേരെ ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടും. എനിക്കിവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നേരിട്ട് കണ്ടറിയാനാണ് ഞാനിവിടെ നടക്കുന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ രണ്ടുപേരെയും ഈ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ പിരിച്ചുവിടും. അപ്പോഴേക്കും ഷാനവാസ് അങ്ങോട്ട് വന്നിട്ട് ജിഷിനോട് പറയുകയാണ് എനിക്ക് അക്ബറിനെ പറ്റി ഒരു പരാതി പറയാനുണ്ട്. അയാൾ യൂണിയൻ നേതാവല്ലേ, ഈ നേതാവിനെ പറ്റി എനിക്കൊരു പരാതി മാഡത്തിനോട് പറയാനുണ്ട്. അപ്പം ജിഷിൻ പറയുന്നത് ഞാനിപ്പോൾ പോയി മാഡത്തിനോട് പറയാം, നീ എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് നല്ലതായിരിക്കും. ഞാൻ മാഡത്തിനോട് പോയി പറയാൻ നിനക്കൊരു പരാതി ഉണ്ടെന്ന്, അതുകൊണ്ട് നീ എൻ്റെ ഒപ്പം നിൽക്കണം എന്ന് രഹസ്യമായിട്ട് ജിഷിൻ ഷാനവാസിനോട് പറയുകയാണ്. അപ്പം നൂറേൻ്റെ അടുത്ത് പോയിട്ട് ജിഷിൻ പറയുന്നുണ്ട് മാഡം ഒരു ലേബറിന് അക്ബറിനെ പറ്റി എന്തോ പരാതി പറയാനുണ്ട്, മാഡം അത് ഒന്ന് കേൾക്കണം. അപ്പോൾ ഉടനെ മാഡം പറയുന്നുണ്ട് എന്താണെന്ന് അയാളോട് പോയി ചോദിച്ചിട്ട് തിരിച്ചു വരൂ. ഇങ്ങനെ വളരെ രസകരമായൊരു വീക്കിലി ടാസ്ക് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള BB ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.